നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന് GST നഷ്ടപരിഹാരം നൽകുന്നില്ല എന്ന് ആരോപിച്ച കേരളത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വിമർശനം. AG അംഗീകരിച്ച കണക്ക് 2017 മുതൽ കേരളം നൽകുന്നില്ല. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നും കണക്ക് നൽകിയാൽ കുടിശ്ശിക അനുവദിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പ്രതികരിച്ചു. It's very difficult to communicate this because it's difficult to also understand. In the sense, how exactly can this happen? And after which the state goes about saying, we are not getting money in time. Suppose the GST introduction, I am looking at my records and saying, Kerala has not sent AG certified statements for GST compensation for the year 2017-18, for the year 18-19, for the year 19-20, for the year 2021, for the year 21-22. I'm sorry to be so, going by year and year, taking the house's valuable time. So not for 1 year have you sent me the AG certified accounts for getting your compensation dues. And then it is accused that the center is not releasing the funds in time. Not 1 year certified authorized statement has reached, sir. I would honestly, very humbly request N.K. Premachandranji, who is a very senior member of the House, please go sit with the state government and request them to send it all together even at one go. Sir, before you, I would suggest that within a reasonable time on the receipt of that, we'll clear it. You've not sent for 1 year and you keep blaming us that you're not giving us the money in time. On the contrary, in the devolution matter, tax devolution as per the Finance Commission recommendation, even this month, 2 installments in the place of 1 has gone to every state. So Kerala benefits from that as well. So Premachandranji, through you I request, sir, he should expedite this from 5 years. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടി ഇതാണെങ്കിൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ള GST കുടിശ്ശികയുടെ കാലതാമസം സംബന്ധിച്ച് കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ നിലവിൽ തർക്കങ്ങളില്ല എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. തർക്കമില്ലാത്ത വിഷയങ്ങളിൽ തർക്കമുണ്ട് എന്ന് വരുത്തി യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമം. 2022 ജൂൺ 30 GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചതോടെ കേരളത്തിനുണ്ടായത് 12,000 കോടി രൂപയുടെ നഷ്ടമാണ്. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നും ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും ബജറ്റിലെ നികുതി വർധനവിന് എതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം തുടരുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് നിർവഹിച്ചു. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോകുന്നവരെ പോലും വേട്ടയാടുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. മുമ്പ് കറുപ്പായിരുന്നു മുഖ്യമന്ത്രിക്ക് ഭയം, ഇപ്പോൾ വെള്ള വസ്ത്രം ഇടുന്നവരെയാണ് ഭയം എന്നും VD സതീശൻ വിമർശിച്ചു. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞേക്കാം. മുഖ്യമന്ത്രി ഉണ്ടാവും, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരിക്കാം, ഇതൊക്കെ കാര്യം ശരിയാണ്. ആജീവനാന്തം ഇവരൊന്നും മുഖ്യമന്ത്രിമാരായിരിക്കില്ല. ഇനി ആജീവനാന്തം മുഖ്യമന്ത്രിമാരായിരുന്നാലും ഇവിടെ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം, സൂക്ഷിച്ച്, അതേ ഞാൻ പറയുന്നത്, സൂക്ഷിച്ചു വേണം. ഞങ്ങളുടെ പെൺകുട്ടികളുടെ നേരെ നോക്കിയാൽ, അവരുടെ മേത്ത് കൈവച്ചാൽ ആങ്ങളമാര് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യും. ആങ്ങളമാര് അതാണല്ലോ, പെൺകുട്ടികളെ തൊട്ടാൽ ആങ്ങളമാര് എന്ത് ചെയ്യും, അതേപോലെ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിലുമാണ് രാപ്പകൽ സമരം തുടരുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ പോലീസ് അതിക്രമമെന്ന് പരാതി. എറണാകുളം മറ്റൂരിൽ കൈക്കുഞ്ഞുമായി മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാനെത്തിയ കുടുംബത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞ് തിരിച്ചയച്ചു.
ചോദ്യം ചെയ്ത മെഡിക്കൽ ഷോപ്പ് ഉടമയും കാലടി സ്റ്റേഷനിലെ ഗ്രേഡ് SI ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. നീ ഇവിടെ അവിടെ ഞാൻ വന്നത് ആയിക്കോട്ടെ, ഈ കൊച്ചു പനിച്ചു വെക്കുന്നില്ലേ മനസ്സിലായി. കോട്ടയം സ്വദേശി ശരത്ത് കഴിഞ്ഞ ദിവസം ഭാര്യയെ വിമാനത്താവളത്തിലാക്കി മടങ്ങവെയാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ നിന്ന കാലടി ഗ്രേഡ് SIയിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. പനിയായിരുന്ന കൈക്കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ മറ്റൂർ ജംഗ്ഷനിലെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ കാർ നിർത്തിയപ്പോഴായിരുന്നു ഗ്രേഡ് SIയുടെ ആക്രോശം. തുടർന്ന് പേടിച്ച് മറ്റൊരു മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ച് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടും കാണാതെ തിരികെയെത്തിയ ശരത്തിനോട് വീണ്ടും SI മോശമായി പെരുമാറിയെന്ന് പരാതിയുണ്ട്. മരുന്ന് വാങ്ങി ഉടനെ മടങ്ങാമെന്ന് അപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ സമ്മതിച്ചില്ല. ഇത് ചോദ്യം ചെയ്ത കടയുടമയെയും ഭീഷണിപ്പെടുത്തി. വണ്ടി ഒന്ന് നിർത്തിയിട്ട് കടയിൽ കയറി സാധനം മേടിക്കും. ആ സാധനം മേടിക്കാൻ സമ്മതിച്ചില്ല. ആളെ ഇറങ്ങിപ്പോ പറഞ്ഞ വണ്ടി മാറ്റി ഞാൻ പറഞ്ഞു എന്താ ഒരു ചെയ്യണേ. ഈ മരുന്ന് എന്തിനുള്ളായിരുന്നു? കൊച്ചിന് സുഖമില്ലാത്ത മരുന്ന്, പനിക്കും മറ്റേ ഫിക്സിന് വേണ്ടിയുള്ള മരുന്നാണ്. കഴിച്ചു കൊച്ചിന് ഫിക്സ് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് എന്തും സംഭവിക്കാം. ഇത് ആരും സമാനം പറയും. പോലീസിന്റെ സമീപനത്തിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ശരത്ത് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ കരിപാലിച്ചേക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമങ്ങളൊക്കെയായിരിക്കാം എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാണ്ട് ഞങ്ങളോട് അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നോർമലി ആരാണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അല്പം മനുഷ്യത്തോടെ സംസാരിക്കില്ല. ഇതൊന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ പരിപാടി പരിഗണിച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണി മുതൽ രാത്രി 7 മണി വരെ ഹെവി വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പോലീസിന്റെ സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിലൊക്കെയാണ് പോലീസ് സുരക്ഷ ഒരുക്കുന്നതെങ്കിലും പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് 20ഓളം നേതാക്കളെ കരുതൽ തടങ്കലിൽ ആക്കിയിരുന്നു. എന്നാൽ പന്നിയങ്കര, കുഴൽമന്ദം, പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് KSU പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെയാണ് പ്രതിഷേധമുയർത്തുന്നത് എങ്കിൽ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ പിന്തുടരുക തന്നെയാണ്. എല്ലാ ഏജൻസികളും കയ്യിലുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദാനിയും മോദിയും തമ്മിൽ അവിശുദ്ധ സഖ്യമുണ്ട് എന്നും രാഹുൽ ആരോപിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം അദാനി വിദേശയാത്ര ചെയ്യുന്നത് എങ്ങനെ എന്നും വയനാട് മീനങ്ങാടിയിലെ പൊതുയോഗത്തിൽ രാഹുൽ ചോദിച്ചു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയതായിരുന്നു രാഹുൽ. മീനങ്ങാടിയിൽ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രിയെയും അദാനിയെയും രാഹുൽ കടന്നാക്രമിച്ചു. അദാനിക്ക് വേണ്ടി ചട്ടങ്ങൾ മറികടക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിദേശയാത്ര ചെയ്യുമ്പോൾ അദാനി ഒപ്പം യാത്ര ചെയ്യുന്നത് എങ്ങനെയെന്നും രാഹുൽ ചോദിച്ചു. I pointed out how Mr. Adani traveled with the Prime Minister to foreign countries and then immediately after was rewarded by getting contracts in these countries. പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ രേഖകളിൽ നിന്ന് നീക്കി. ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം മോദി വ്യക്തിപരമായി ആക്രമിച്ചു. മോദിയുടെ കയ്യിൽ എല്ലാ ഏജൻസികളും ഉണ്ടാകും, എന്നാൽ അദ്ദേഹത്തെ ഭയക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. He doesn't realize that the absolute last thing I'm scared of is Narendra Modi. It doesn't matter whether he's the Prime Minister of India, whether he has all the agencies, doesn't matter. ബഫർ സോൺ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. വീടില്ലാത്തവർക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ 25 വീടുകളുടെ താക്കോൽദാനം രാഹുൽ നിർവഹിച്ചു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ വീട്ടിലും രാഹുൽ എത്തി. ന്യൂസ് 18 വയനാട്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച ആദിവാസി യുവാവിൻ്റേത് തൂങ്ങി മരണം എന്ന പ്രാഥമിക വിവരം. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബാംഗങ്ങൾ. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് SC/ST കമ്മീഷൻ നിർദ്ദേശം നൽകി. വിശ്വനാഥന്റെ മരണം സംബന്ധിച്ച നിരവധി ദുരൂഹതകൾ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുന്നത്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലെന്നും വിശ്വനാഥന്റേത് തൂങ്ങി മരണമാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചതാണ് വിശ്വനാഥൻ ജീവനെടുക്കാൻ കാരണമെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയാണ് കുടുംബാംഗങ്ങൾ. എന്തോ അവിടെ സംഭവിക്കാണ്ട് അവൻ ചെയ്യൂല, തൂങ്ങി മരിക്കാൻ അവൻ എന്തായാലും പോകില്ല. പിന്നെ അതുമല്ല, ആ സ്ഥലത്ത് നിന്ന് ചാടിയങ്ങാണ്ട് ഒരു മനുഷ്യനാണ്. ഏത് മനുഷ്യന്മാരാണ് ചെറിയൊരു മുറി പറ്റിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ മൈൻഡും പോകും, പിന്നെ മരിക്കാൻ പോകില്ല. പരിക്ക് പറ്റിയത് പിന്നെ ഈ ജസ്റ്റിന്റെ ഇവിടെ അങ്ങനെ ഉണ്ട്, പിന്നെ ഇടത്തേക്കാലിലെ മുട്ടിന്റെ താഴേക്ക് പൊട്ടിയിട്ടുണ്ട്. വയനാട് MP രാഹുൽ ഗാന്ധി വിശ്വനാഥന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. അന്വേഷണം വേണമെന്ന ആവശ്യം കുടുംബം രാഹുലിനോട് ഉന്നയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിശ്വനാഥനെ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഭാര്യയ്ക്കൊപ്പമെത്തിയ ആദിവാസി യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്ത് പോലീസിന് ഓഡിയോ സന്ദേശം അയച്ച് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. വഴിത്തർക്കത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിജയകുമാരിയാണ് തൂങ്ങി മരിച്ചത്. ആക്കുളം തുറവിക്കൽ ശിവശക്തി നഗറിലെ വീടിന്റെ പിന്നിൽ സൺഷെയ്ഡിലാണ് വിജയകുമാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലും മരണത്തിന് കാരണക്കാര് എന്നാരോപിച്ച് ചിലരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. സമീപത്തെ ക്ഷേത്ര ഭാരവാഹികളുമായി ഇവർക്ക് വഴിത്തർക്കം നിലവിൽ ഉണ്ട്. ഇതിന്റെ പേരിൽ ക്ഷേത്രം പ്രസിഡന്റിനെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നാരോപിച്ച് വിജയകുമാരി മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിരുന്നു. കോട്ടയം കുട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ യുവതിയുടെ ആത്മഹത്യാ ശ്രമം. കുട്ടിക്കൽ സ്വദേശി റോസമ്മ സാമുവലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പാറമട പ്രവർത്തിക്കുന്നതിൽ സുരക്ഷിതമായി ജീവിക്കാനാകുന്നില്ല എന്നും പരാതി നൽകിയിട്ടും പഞ്ചായത്ത് ഇടപെട്ടില്ല എന്നും യുവതി പറയുന്നു. തുടർന്നാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. കൊല്ലം കോർപ്പറേഷനിലെ 7ഓളം ജീവനക്കാർ ബ്ലേഡ് പലിശക്കാരെന്ന് ആത്മഹത്യ ചെയ്ത വി ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. കടം വാങ്ങിയ തുകയുടെ 5 ഇരട്ടി തിരിച്ച് അടച്ചിട്ടും ബ്ലേഡ് മാഫിയ സംഘം തന്നെ മാനസികമായി പീഡിപ്പിച്ചു. കൊട്ടാരക്കര റൂറൽ പോലീസ് മേധാവിയുടെ പേരിലാണ് ബിജു കത്ത് എഴുതിയിരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച ബസ് ഡ്രൈവർമാർക്ക് പോലീസിന്റെ വക ഇമ്പോസിഷൻ. തൃപ്പൂണിത്തുറയിൽ പുലർച്ചെ മുതൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച 16 ഡ്രൈവർമാരാണ് പിടിയിലായത്. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന് 1000 തവണ ഇവരെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കുകയായിരുന്നു. പുലർച്ചെ 5 മണി മുതൽ 9 മണി വരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഇൻസ്പെക്ടർ വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബസ് ഡ്രൈവർമാർ പിടിയിലായത്. പിടിയിലായ 16 ഡ്രൈവർമാരെ കൊണ്ട് 1000 തവണ ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന ഇമ്പോസിഷൻ എഴുതിച്ച ശേഷമാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിയിലായവരിൽ 4 പേർ സ്കൂൾ ബസ് ഡ്രൈവർമാരും 2 പേർ KSRTC ഡ്രൈവറുമാണ്. 10 പേർ സ്വകാര്യ ബസ് ജീവനക്കാരും. കരിങ്ങാച്ചിറ വൈക്കം റോഡ് എന്നിവിടങ്ങളിൽ 2 സംഘങ്ങളായിട്ടായിരുന്നു പരിശോധന. പിടികൂടിയ ബസ്സിലെ യാത്രക്കാരെ പോലീസ് ഡ്രൈവർമാർ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലെത്തിച്ച് തുടർ യാത്രാ സൗകര്യം ഒരുക്കി നൽകി. സ്കൂൾ വിദ്യാർത്ഥികളെ മഫ്തിയിലുള്ള പോലീസാണ് വിദ്യാലയങ്ങളിൽ എത്തിച്ചത്. പിടിയിലായ KSRTC ഡ്രൈവർമാർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി KSRTC അധികാരികൾക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. പിടിയിലായ ഡ്രൈവർമാരുടെ ലൈസൻസും ഓടിച്ചിരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷനും റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തൃപ്പൂണിത്തുറ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്തെ ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനമോടിക്കുമ്പോൾ കോഴിക്കോട് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച സ്വകാര്യ ബസ് ഡ്രൈവർ. മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിൽ ഓടുന്ന സംസം ബസ്സിലെ ഡ്രൈവറാണ് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഫറോക്ക് പേട്ട മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 7 കിലോമീറ്ററിൽ 8 തവണയാണ് ഇയാൾ ഫോൺ വിളിച്ചത്. ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവറോട് നാളെ ഹാജരാകാൻ ഫറൂഖ് ജോയിന്റ് RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലക്ഷ്യമായി വാഹനമോടിക്കുക, യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു.
കോട്ടയത്തെ കൈക്കൂലിക്കാരായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒടുവിൽ കുരുക്ക്. ടിപ്പർ ലോറികളിൽ നിന്ന് മാസപ്പടിയായി 6 ലക്ഷത്തോളം രൂപ കൈക്കൂലി വാങ്ങിയ 3 ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാത്ത നടപടി ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം വിജിലൻസ് നടത്തിയ തന്ത്രപൂർവമായ നീക്കത്തിനൊടുവിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷാജൻ, അജിത് ശിവൻ, അനിൽ MR എന്നിവരെ കുടുക്കിയത്. മാസപ്പടിയായി ഇവർ ഭാരവാഹനങ്ങളിൽ നിന്ന് പണം ഓൺലൈനായി വാങ്ങുകയായിരുന്നു. ഏജന്റായ KR രാജീവനെ ഇടനിലക്കാരനാക്കിയ തെളിവും പുറത്തു വന്നിരുന്നു. രാജീവ്, അവനെ ഞാൻ കേസ് ഇട്ടിട്ടുണ്ട് ഡ്രാഫ്റ്റിൽ. അവനൊരു 1000 രൂപ ഫൈൻ അടയ്ക്കാൻ വരാൻ പറ കേട്ടോ. ഞാൻ ഇന്നലത്തെ ഡേറ്റിലാണ് കേസ് ഇട്ടിരിക്കുന്നത്. ഒരു 1000 രൂപ അടച്ചുകൂടെ ക്ലോസ് ചെയ്യാൻ പറ. അതെന്നെ വന്ന് കാണാൻ പറ. ഉച്ചയ്ക്ക് ശേഷം ഞാനുണ്ടാവും. 2 മണിയാകുമ്പോൾ എന്റെ അടുക്ക് വരാൻ പറ. 1000 രൂപ അടയ്ക്കാൻ പറ. 13 മാസത്തെ തെളിവുകൾ വിജിലൻസ് കണ്ടെത്തിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ന്യൂസ് 18 വാർത്ത നൽകിയിരുന്നു. ഒടുവിൽ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇവർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിജിലൻസ് SP VG വിനോദ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു ഓഫീസിനെ ഒന്നാകെ സംഘടിത അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഉദ്യോഗസ്ഥരെ പിടികൂടിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മാസപ്പടി വാങ്ങിയ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിൽ ആകുമ്പോൾ കൂട്ട അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയി കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഇന്ന് ജോലിക്കെത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ കൂട്ട അവധിയിൽ ജില്ലാ കളക്ടർ നാളെ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. അർഹതപ്പെട്ട അവധിയാണ് എന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും NGO അസോസിയേഷൻ പറഞ്ഞു. അവധി വിഷയത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. വിരമിച്ചവർക്ക് ആനുകൂല്യം നൽകാൻ 50 കോടി രൂപ വേണമെന്ന് KSRTC ഹൈക്കോടതിയെ അറിയിച്ചു. 2022 ജനുവരിക്ക് ശേഷം വിരമിച്ച 978 പേർക്ക് ആനുകൂല്യം നൽകാനുണ്ട്. 23 പേർക്ക് ഇതുവരെ ആനുകൂല്യം നൽകി. ഇനി ആനുകൂല്യം നൽകാൻ 2 വർഷത്തെ സാവകാശം വേണം. സർക്കാരിനോട് ധനസഹായത്തിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു മറുപടിയും ലഭ്യമായിട്ടില്ല എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. KSRTCയിലെ ശമ്പളം ബുധനാഴ്ചയ്ക്കകം തന്നെ നൽകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. സർക്കാർ സഹായം വൈകും, അതിനാൽ ബദൽ മാർഗം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. PV അൻവർ MLAയുടെ കൈവശമുണ്ടായിരുന്ന കക്കാടംപൊയിലിലെ റിസോർട്ടിൽ സ്ഥാപിച്ച തടയണകൾ പൊളിക്കാൻ തുടങ്ങി. 1 മാസത്തിനകം തടയണകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത്. ന്യൂസ് 18 ഇംപാക്ട്. PV അൻവർ MLAയുടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടിലെ തടയണകളെക്കുറിച്ച് 2018 സെപ്റ്റംബറിലാണ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകർ 4.5 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയ വിധി. കക്കാടംപൊയിലിലെ PVR നാച്ചുറൽ റിസോർട്ടിലെ 4 അനധികൃത തടയണകളും പൊളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് നടപടി. PVR നാച്ചുറൽ റിസോർട്ട് അധികൃതർ തന്നെയാണ് തടയണകൾ പൊളിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് തടയണകൾ നീക്കം ചെയ്യുന്നത്. ഇവിടെ 3 വലിയ തടയണകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 2017 ഇതുമായി ബന്ധപ്പെട്ട് കൂടഞ്ഞി പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ കൂടി യാതൊരു നടപടി ഇതിലുണ്ടായില്ല. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിരുന്നു. എന്നാലും നടപടി ഉണ്ടായില്ല. തുടർന്നാണ് എല്ലാവരും ഹൈക്കോടതിയെ സമീപിച്ചത്. PVR നാച്ചുറൽ റിസോർട്ടും ഭൂമിയും ഷഫീഖ് ആലുങ്കലിന്റെ ഉടമസ്ഥതയിലാണിപ്പോൾ. PV അൻവർ MLAയുടെ ചീങ്കണ്ണിപ്പാലിയിലെ തടയണയും കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു നീക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കാട് കയറിയുള്ള ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ നടപടി ശക്തമാകുമ്പോൾ കാടിറങ്ങുന്ന വന്യജീവികളെക്കുറിച്ചുള്ള വാർത്തകൾ തുടരുകയാണ്. കർണാടകയിലെ കുട്ടയിൽ 2 പേരെയാണ് കടുവ കൊന്നത്. കുട്ട ചൂരിക്കാട് കാപ്പി എസ്റ്റേറ്റിൽ 2 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാജു, ചേതൻ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രദേശത്ത് വന്യജീവി ആക്രമണം പതിവായതോടെ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. സർജിക്കൽ ബ്ലോക്കിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത്. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോഴിക്കോട് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തമുണ്ടായി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു തീ പടർന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ
നിർത്തിയിട്ട ഒരു കാർ പൂർണ്ണമായും കത്തിനശിച്ചു. മീഞ്ചന്ത, ബീച്ച്, കൊയിലാണ്ടി ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് എത്തിയ സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എവിടെ നിന്നാണ് തീ പടർന്നത് എന്നതിനെക്കുറിച്ച് പരിശോധന തുടരുകയാണ്. തുർക്കി ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 34,000 കടന്നു. തുർക്കിയിൽ 30,000-ഓളവും സിറിയയിൽ 4,000-ൽ ഏറെയുമാണ് മരണസംഖ്യ. സിറിയയിലെ വിമത മേഖലയായ ഇദ്ലിബിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. LTTE തലവൻ വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവകാശവാദം. ശ്രീലങ്കൻ തമിഴ് ആക്ടിവിസ്റ്റ് പി നെടുമാരൻ ആണ് ഇക്കാര്യം പറഞ്ഞത്. പ്രഭാകരൻ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി താൻ ബന്ധപ്പെടാറുണ്ട് എന്നും നെടുമാരൻ പറയുന്നു. പ്രഭാകരൻ്റെ അനുമതിയോടെയാണ് ഈ വെളിപ്പെടുത്തലെന്നും നെടുമാരൻ വ്യക്തമാക്കി. മലയാളത്തിൻ്റെ മഹാകവി ONV കുറുപ്പിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. കവി, ഗാനരചയിതാവ്, അധ്യാപകൻ, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ എല്ലാം മലയാളിയെ ആഴത്തിൽ സ്വാധീനിച്ച ONV ഓർമ്മയായിട്ട് 7 വർഷം. മലയാളമുള്ള കാലത്തോളം നിറഞ്ഞു നിൽക്കും ആ ഓർമ്മ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട നാളുകളിൽ MN ഗോവിന്ദൻ നായരെ ഒളിത്താവളത്തിലെത്തിക്കാൻ ഒരു വിദ്യാർത്ഥിക്കായിരുന്നു ചുമതല. കവിത എഴുതി തുടങ്ങിയ ചെറുപ്പക്കാരനോട് MN വള്ളത്തിലിരുന്ന് പറഞ്ഞു, ഒരു പാട്ടെഴുതി പാടാൻ. ചന്ദ്രൻ വഴിവിളക്ക് തെളിയിച്ച രാത്രിയിൽ യുവകവി ഇങ്ങനെ എഴുതി: പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. കൊല്ലം SN കോളേജിലെ AKGക്കുള്ള സ്വീകരണവേദിയിൽ ദേവരാജൻ എന്നൊരു പയ്യൻ ആ വരികൾ ഈണത്തിൽ പാടി. പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. വരികൾ എഴുതിയ ഒറ്റപ്ലക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് അന്ന് കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. 1946 സ്വരാജ്യം വരികയിൽ മുന്നോട്ട് എന്ന കവിത അച്ചടിച്ചപ്പോഴാണ് ആദ്യം ആ പേര് സഹൃദയർ വായിച്ചത്. 1952 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലൂടെ ആ പൊന്നരിവാളമ്പിളി മലയാളികളുടെ ഹൃദയങ്ങളിൽ നനുത്ത നിലാവ് വീശും മുമ്പ് കവിതാസ്വാദകർ ആ പേര് ONV എന്ന് ചുരുക്കി വായിച്ചു. അപ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ എഴുതുന്ന 2 വാക്കുകൾക്കിടയിൽ നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് മലയാളത്തിന്റെ കാവ്യാകാശത്ത് 1000 നക്ഷത്രങ്ങൾ ഉദിച്ചു നിന്നത് ചരിത്രം. നാടകങ്ങളിൽ നിന്നും ചലച്ചിത്രങ്ങളിൽ നിന്നും ഈണമൊഴുകി മലയാളി മനസ്സ് നിറച്ചതും ഈണമുള്ള ചരിത്രം. 1957 എറണാകുളം മഹാരാജാസ് കോളേജിൽ നിയമനം ലഭിച്ച അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾ ഒഴുകിയെത്തിയതും ആ വാക്കുകളുടെ ആകർഷണം കൊണ്ടുതന്നെ. തോന്നിയ അക്ഷരങ്ങൾ, മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, മയിൽപീലി, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഭൂമിക്ക് ഒരു ചരമഗീതം, ശാർങ്ങക പക്ഷികൾ, മൃഗയ, വെറുതെ, അപരാഹ്നം, ഉജ്ജയിനി, സ്വയംവരം. ഓണവും ഓളവും പൂനിലാവും വിപ്ലവവും സ്നേഹവും മോഹവും ദുഃഖവും സ്വപ്നവുമെല്ലാം മലയാളിക്ക് പകർന്നു നൽകിയ അനേകം കൃതികൾ, അനവധി പാട്ടുകൾ. ചലച്ചിത്ര ഗാനരചനയ്ക്ക് 12 തവണ കേരള സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡും പത്മശ്രീയും. അഗ്നിതുല്യമായ കവിത്വത്തെ ജീവിതാവസാനം വരെ കത്തിജ്വലിപ്പിച്ചു നിർത്തിയ കവിയാണ് ONV. ഓർമ്മകളിൽ ആ അഗ്നി നറുനിലാവായി എരിയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.